ബിയോണ്ട് ബോർഡേഴ്സ് 1971 മോഹൻലാലിന്റെ ലുക്ക് പുറത്തായിട്ടുണ്ട്. മുടിയൊക്കെ നരച്ച് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ലുക്കിലാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഏപ്രിൽ 7 ചിത്രം റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് ഇതേക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലിനെ തന്നെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു കീർത്തിചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ എന്നിവ. അതിലൊക്കെയും തന്നെ മേജർ മഹാദേവൻ എന്ന ടൈറ്റിൽ ക്യാരക്ടറായിരുന്നു മോഹൻലാലിന്റേത്. എന്നാൽ 1971 ബിയോണ്ട് ബോർഡേഴ്സിൽ മേജർ മഹാദേവന്റെ അച്ഛനായ മേജർ സഹദേവനായിട്ടാണ് ലാലെത്തുക. 1971 ബിയോണ്ട് ബോർഡേഴ്സിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു. എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് സിനിമ ഒരു വൻ ഹിറ്റാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ തിയേറ്ററിൽ വെക്കാനുള്ള ലാലേട്ടന്റെ ഏറ്റവും വലിയ കട്ടൗട്ടും അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സിനിമയൊരു വൻ ഹിറ്റാക്കാനുള്ള പ്ലാനിലാണ് അണിയറ പ്രവർത്തകരും ലാലേട്ടന്റെ ഫാൻസും ഒക്കെ. മലയാളത്തിന് പുറമെ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. ലാലേട്ടന്റെ ഈ മൂവി റിലീസിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ പുത്തൻ പണത്തിന്റെ ടീസർ പുറത്തിറങ്ങി. രഞ്ജിത്താണ് ചിത്രത്തിന്റെ ഡയറക്ഷൻ. നിത്യാനന്ദ ഷേണായി എന്ന കാസർഗോഡുകാരനായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തുക. രാജമാണിക്യത്തിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം സ്ലാങ് ആണ് മമ്മൂക്ക പറഞ്ഞതെങ്കിൽ പുത്തൻ പണത്തിൽ കേരളത്തിന്റെ വടക്കേറ്റമായ കാസർഗോഡ് സ്ലാങ് ആണ് മമ്മൂക്ക കൈകാര്യം ചെയ്യുന്നത്. സിനിമയുടെ ടീസറിലും മമ്മൂട്ടി കാസർഗോഡ് സ്ലാങ് ആണ് സംസാരിക്കുന്നത്. മീശ പിരിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തുക.